CMA ഇന്റർ ഗ്രൂപ്പ് 1 പേപ്പർ 7 ആയിട്ടുള്ള ഡയറക്റ്റ് ടാക്സേഷന്റെ സ്റ്റഡി നോട്ട് 3, അതായത് സെക്ഷൻ എ ഇൻകം ടാക്സ് ആക്ടിന്റെ ബേസിക്സിലെ സ്റ്റഡി നോട്ട് 3 ആണ് നമ്മൾ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ക്യാപിറ്റൽ ആൻഡ് റവന്യൂ, റെസീപ്റ്റ്സ് ആൻഡ് എക്സ്പെൻഡിച്ചർ ആണ് ഇതിൽ വരുന്നത്. എനിക്ക് തോന്നുന്നു സ്റ്റഡി നോട്ട് 3ഉം സ്റ്റഡി നോട്ട് 4ഉം ഒരുമിച്ച് ഈ വീഡിയോയിൽ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കുറച്ച് ലെങ്തി ആയിരിക്കും, എന്നാലും അത് രണ്ടും ചെറിയ പോർഷൻസ് ആയതുകൊണ്ട് അങ്ങനെയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ പറഞ്ഞിരിക്കുന്ന ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ക്യാപിറ്റൽ ആൻഡ് റവന്യൂ റെസീപ്റ്റ്സ്, അതായത് വെച്ച് കഴിഞ്ഞാൽ ക്യാപിറ്റൽ റെസീപ്റ്റ്സും റവന്യൂ റെസീപ്റ്റ്സും തമ്മിലുള്ള ഡിസ്റ്റിങ്ഷൻസ് ആണ് ആദ്യമേ പറഞ്ഞിരിക്കുന്നത്. ആകെ 2 ടോപ്പിക്കായിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ളൂ, അതായത് ക്യാപിറ്റൽ റെസീപ്റ്റും റവന്യൂ റെസീപ്റ്റും തമ്മിലുള്ള ഡിസ്റ്റിങ്ഷൻ, പിന്നെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും റവന്യൂ എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള ഡിസ്റ്റിങ്ഷൻ. ഈ 2 ടോപ്പിക്കാണ് വരുന്നത്. ആദ്യമേ തന്നെ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഒന്നുമില്ല. ക്യാപിറ്റൽ റെസീപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ക്യാപിറ്റൽ ബേസ്ഡ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്, അതായത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അങ്ങനെയൊക്കെ കിട്ടുന്ന എമൗണ്ട് ഉണ്ടല്ലോ, അതിനെയാണ് ക്യാപിറ്റൽ റെസീപ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ റവന്യൂ റെസീപ്റ്റ്, അതായത് നമ്മൾ ഡേ ടു ഡേ ആക്ടിവിറ്റീസ്, ബിസിനസ്സിൽ ചെയ്യുന്ന ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ നിന്ന് കിട്ടുന്ന വർക്കിംഗ് ക്യാപിറ്റൽ ഇൻകം എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ നമ്മൾ ആ വർക്ക് ചെയ്യുന്നതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻകത്തിനെയാണ് റവന്യൂ റെസീപ്റ്റ് എന്ന് പറയുന്നത്. ക്യാപിറ്റൽ റെസീപ്റ്റ് ഒരു ലോങ് ടൈം ആയിട്ട് നമ്മൾ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് കിട്ടുന്ന ഇൻകം. അതുപോലെ തന്നെ റവന്യൂ റെസീപ്റ്റ് നമ്മൾ ഡേ ടു ഡേ ആക്ടിവിറ്റീസ്, ബിസിനസ്സിൽ നടക്കുന്ന ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ നിന്ന് കിട്ടുന്ന ഇൻകം. അതിനെ കുറച്ചുകൂടെ ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ പോയിന്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ ഇവിടെ. നമുക്ക് നോക്കാൻ, അതൊന്ന് വായിച്ചു നോക്കിയാൽ മാത്രം മതി. നമുക്ക് ഇത്രയും മനസ്സിലാക്കാൻ വേണ്ടി ഇത്രയേ ഉള്ളൂ. ക്യാപിറ്റൽ ആൻഡ് റവന്യൂ റെസീപ്റ്റ്സിനെ കുറിച്ച് ഇത്രയും മനസ്സിലാക്കാനുള്ളൂ. അടുത്തതായിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് നമ്മുടെ ക്യാപിറ്റലിൽ നിന്നുള്ള എമൗണ്ട് എടുത്ത്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ കിട്ടിയിരിക്കുന്ന പ്രോഫിറ്റിൽ നിന്നാണ് നമ്മൾ എക്സ്പെൻഡിച്ചർ നടത്തുന്നത്. പക്ഷെ കൂടുതൽ എക്സ്പെൻഡിച്ചർ വരുമ്പോൾ ക്യാപിറ്റലിൽ നിന്ന് കിട്ടുന്ന എക്സ്പെൻഡിച്ചർ, അല്ലെങ്കിൽ ക്യാപിറ്റൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ നമുക്ക് ഉണ്ടാവുന്ന എക്സ്പെൻഡിച്ചറിനെയാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡേ ടു ഡേ ആക്ടിവിറ്റീസിന് വേണ്ടി നമുക്ക് ഉണ്ടാവുന്ന എക്സ്പെൻസസിനെയാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്റ്റഡി നോട്ട് 3 നമുക്ക് ഇത്രയും മനസ്സിലാക്കാനുള്ളൂ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്താണ്, റവന്യൂ എക്സ്പെൻഡിച്ചർ എന്താണ്, ക്യാപിറ്റൽ റെസീപ്റ്റ് എന്താണ്, റവന്യൂ റെസീപ്റ്റ് എന്താണ്, ഇത്രയും കാര്യങ്ങളെ വരുന്നുള്ളൂ. അടുത്തതായിട്ട് പറയുന്നത് സ്റ്റഡി നോട്ട് 4 ആണ്. ബേസിക്സ് ഓഫ് ചാർജസ് ആൻഡ് സ്കോപ്പ് ഓഫ് ടോട്ടൽ ഇൻകം, അതായത് ടോട്ടൽ ഇൻകം, അതിന്റെ എക്സ്പ്ലനേഷൻസ്, എന്തൊക്കെ ചാർജസ് ആണ് ഉണ്ടാവുന്നത്, അതൊക്കെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അതിൽ ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ പറഞ്ഞ ആ ടോട്ടൽ ഇൻകം എന്താണ്, ഗ്രോസ് ടോട്ടൽ ഇൻകം എന്താണ്, 5 ഹെഡ്സ് ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ മെയിൻ ആയിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം ആണ് വരുന്നത്. അത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യമേ നമ്മൾ ഇൻകം അണ്ടർ ദ ഹെഡ് സാലറിയിൽ നിന്ന് കിട്ടുന്ന ഇൻകംസ് എല്ലാം കൂടെ കൂട്ടിയിട്ട് അതിൽ നിന്ന് ഡിഡക്ഷൻസ്, എന്തെങ്കിലും സെക്ഷൻ 16 പ്രകാരമുള്ള ഡിഡക്ഷൻസ്, അതായത് എന്റർടൈൻമെന്റ് അലോവൻസ്, പ്രൊഫഷണൽ ടാക്സ്, ടാക്സബിൾ സാലറി, ടാക്സബിൾ സാലറി, അങ്ങനത്തെ ഈ 2 കാര്യങ്ങൾ വരുന്നുണ്ട്. സെക്ഷൻ 16 പ്രകാരമുള്ള ഡിഡക്ഷൻസ് കുറയ്ക്കുക. അപ്പം നമുക്ക് ഇൻകം അണ്ടർ ദ ഹെഡ് സാലറി കിട്ടും. അടുത്തത് നമുക്ക് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആണ് വരുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രോസ് ആനുവൽ വാല്യൂവിൽ നിന്ന് മുനിസിപ്പൽ ടാക്സ് കുറച്ചിട്ട് പിന്നെ സെക്ഷൻ 24 പ്രകാരമുള്ള സ്റ്റാൻഡേർഡ് ഡിഡക്ഷനും ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ക്യാപിറ്റൽ എന്നുള്ള ഈ 2 ഡിഡക്ഷനും കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. അടുത്തത് വരുന്നത് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ ആണ് പറയുന്നത്. അതിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് ഉണ്ടായേക്കുന്ന എത്രയാണോ അത് എടുക്കുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വന്നിരിക്കുന്ന നെറ്റ് പ്രോഫിറ്റ് എടുക്കുക, അതിൻ്റെ കൂടെ ഉണ്ടായിരിക്കുന്ന ഇൻഅഡ്മിസിബിൾ എക്സ്പെൻസസുകൾ ആഡ് ചെയ്യുക. എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ലോസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇൻകം ക്രെഡിറ്റഡ് ടു ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, നമുക്ക് ക്രെഡിറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കുറയ്ക്കുക. അപ്പം നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഓഫ് ബിസിനസ് ആൻഡ് ഇൻകം കിട്ടും. പിന്നെ അടുത്തത് പറയുന്നത് ക്യാപിറ്റൽ ഗെയിൻ ആണ്. ക്യാപിറ്റൽ ഗെയിനിൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനും വരുന്നുണ്ട്, ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനും വരുന്നുണ്ട്. അപ്പോൾ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനിൽ നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ്സിന്റെ ട്രാൻസ്ഫറിൽ കിട്ടുന്ന കൺസിഡറേഷൻ എത്രയാണോ എമൗണ്ട്, അതിൽ നിന്ന് ഈ ട്രാൻസ്ഫറിൽ ഉണ്ടാകുന്ന എക്സ്പെൻസസും കോസ്റ്റ് ഓഫ് അക്വിസിഷനും കുറച്ച് പിന്നെ നമുക്ക്
സെക്ഷൻ 54B, 54D, 54G, 54GA സബ്സെക്ഷൻ എ എന്നീ എക്സംഷൻസും കുറച്ച് കഴിയുമ്പോൾ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ കിട്ടുന്നു. അടുത്തത് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണ് പറയുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് റിസീവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ കിട്ടുന്ന കൺസിഡറേഷനിൽ നിന്ന് ഈ ട്രാൻസ്ഫറിന് വേണ്ടി ഉണ്ടായ എക്സ്പെൻസസും അതുപോലെ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷനും കുറച്ചതിന് ശേഷം സെക്ഷൻ 54, 54B, 54D, 54EC, 54F, 54C, 54CA, 54GB സബ്സെക്ഷൻ ബി എന്നീ എക്സംഷൻസും കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ കിട്ടും. ഈ കിട്ടുന്ന ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ എക്സംഷൻസ് എല്ലാം കുറച്ച് കഴിഞ്ഞ് കിട്ടുന്ന എമൗണ്ടും ലോങ് ടൈം ക്യാപിറ്റലിൽ നിന്ന് എക്സംഷൻസ് എല്ലാം കുറച്ച് കഴിയുമ്പോൾ കിട്ടുന്ന എമൗണ്ടും കൂടെ ആഡ് ചെയ്യുന്നതാണ് ടാക്സബിൾ ക്യാപിറ്റൽ ഗെയിൻ. ടോട്ടൽ ടാക്സബിൾ ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് നമ്മൾ എടുക്കുന്നത്. അടുത്തതായിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻകം ഫ്രം അതർ സോഴ്സ് ആണ്. അത് 5ാമത്തെ ഹെഡാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രോസ് ഇൻകത്തിൽ നിന്ന് സെക്ഷൻ 57 പറഞ്ഞിരിക്കുന്ന എക്സ്പെൻസസിനെ ഡിഡക്റ്റ് ചെയ്തതിന് ശേഷം കിട്ടുന്ന എമൗണ്ട് ആണ് ഇൻകം ഫ്രം അതർ സോഴ്സസ്. പിന്നെ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് സെക്ഷൻ 80C to 80U കുറച്ച് കഴിഞ്ഞ് ഉള്ള അതിലുള്ള 80C തൊട്ട് 80U വരെയുള്ള ഡിഡക്ഷൻസ് കുറച്ച് കഴിയുമ്പോൾ ടോട്ടൽ ഇൻകം കിട്ടുന്നു, അല്ലെങ്കിൽ ടാക്സബിൾ ഇൻകം കിട്ടുന്നു. ആ ടാക്സബിൾ ഇൻകത്തിൽ നിന്ന് നമ്മൾ ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കുന്നു. അപ്പോൾ ആ ടാക്സ് ഓൺ ടോട്ടൽ ഇൻകം, അതായത് ടോട്ടൽ ഇൻകം ഇൻറ്റു ടാക്സ് റേറ്റ് എത്രയാണോ ആ റേറ്റ്, അപ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആണ് ടാക്സബിൾ ഇൻകം അല്ലെങ്കിൽ ടാക്സ് ഓൺ ടോട്ടൽ ലയബിലിറ്റി. അതിൽ നിന്ന് 87A പ്രകാരമുള്ള റിബൈറ്റ് കുറയ്ക്കുന്നു. അപ്പം നമുക്ക് ടോട്ടൽ ടാക്സ് ആഫ്റ്റർ റിബൈറ്റ് കിട്ടുന്നു. അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും സർചാർജ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കഴിയുമ്പോൾ ടാക്സ് ആൻഡ് സർചാർജ് പേയബിൾ എന്ന എമൗണ്ട് കിട്ടുന്നു. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ 2% എഡ്യൂക്കേഷണൽ സെസ്സും അതുപോലെ 1% സെക്കൻഡറി ഓർ ഹയർ എഡ്യൂക്കേഷൻ സെസ്സും കൂട്ടിക്കഴിഞ്ഞിട്ട് ടാക്സ് റിലീഫുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, എന്തെങ്കിലും നമുക്ക് ഡിഡക്ഷൻസ് കിട്ടാനുണ്ടെങ്കിൽ അതും കൂടെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ടോട്ടൽ ടാക്സ് പേയബിൾ കിട്ടുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇവിടെ നമുക്ക് ഈ ഗ്രോസ് ഇൻകത്തിൽ നിന്ന് ഡിഡക്ഷൻസ് കുറച്ച് 57 പ്രകാരമുള്ള ഡിഡക്ഷൻസ് കുറച്ച് കഴിയുമ്പോൾ ഇൻകം ഫ്രം അതർ സോഴ്സ് കിട്ടുന്നു. അതോടുകൂടി നമുക്ക് ഈ 5 ഹെഡ്സിന്റെ ബേസ് ആയിട്ടുള്ള എല്ലാ കാൽക്കുലേഷൻസും ഇവിടെ കൊണ്ട് ഇൻകം ഫ്രം അതർ സോഴ്സ് കൊണ്ട് കഴിഞ്ഞു. പിന്നെ നമുക്ക് ആദ്യമേ കിട്ടിയ ഗ്രോസ് ടോട്ടൽ ഇൻകം, അതുപോലെ നമുക്ക് ഈ 5 ഹെഡ്സിലും കിട്ടിയിരിക്കുന്ന ഇൻകംസും പിന്നെ അതിൽ നിന്ന് കുറച്ച് ഡിഡക്ഷൻസ്, അതായത് ഈ 5 ഹെഡിലും കൂടെ കിട്ടുന്ന ഇൻകം എല്ലാം കൂടെ കൂട്ടുന്നതാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം. അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കുറച്ച് ഡിഡക്ഷൻസ് എല്ലാം കുറച്ച് സർചാർജ്, എഡ്യൂക്കേഷണൽ സെസ് എല്ലാം ആഡ് ചെയ്ത് ടാക്സ് റിലീഫും കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ടോട്ടൽ ടാക്സ് പേയബിൾ എത്രയാണോ അത് നമുക്ക് കിട്ടും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം. ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്ത് ഗ്രോസ് ടോട്ടൽ ഇൻകം ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നതോടുകൂടി അത് കഴിയുന്നു. പിന്നെ നമ്മുടെ കുറച്ച് ഡിഡക്ഷൻസും ടാക്സ് റിലീഫ്സുകളും എല്ലാം കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ടാക്സ് പേയബിൾ എത്രയാണെന്നുള്ളത് കറക്റ്റ് കിട്ടുന്നു. അടുത്തത് പറയുന്നത് റേറ്റ് ഓഫ് ടാക്സ് ആണ്. എത്ര റേറ്റ് ആണ് വരുന്നത് എന്നുള്ളതാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു റേറ്റ് നമുക്ക് മനസ്സിലാവുന്നത്, എത്ര റേറ്റ് അടയ്ക്കണം എന്നുള്ളത് മനസ്സിലാവുന്നതാണ് നമ്മൾ പറയുന്നത്. ഇത് വെച്ചിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് കാര്യമില്ല, കാരണം അതിൻ്റെ എമൗണ്ട് മാറി വന്നിട്ടുണ്ട്. നമുക്കത് ഓൾറെഡി നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഓരോ വർഷത്തെയും ഓരോ അസസ്മെന്റ് ഇയറിലും ഫിനാൻസ് ആക്ട് പ്രകാരം വരുന്ന റേറ്റ്സിനെയാണ് ടാക്സ് റേറ്റ് ആയിട്ട് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ടാക്സ് ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. ദ റേറ്റ് മെൻഷൻഡ് ഇൻ ഫിനാൻസ് ആക്ട് ഈസ് നോൺ ആസ്, അതായത് ഫിനാൻസ് ആക്ടിൽ പറയുന്ന ഈ ടാക്സ് റേറ്റിനെ നോർമൽ റേറ്റ് ഓഫ് ടാക്സ് എന്നാണ് നമ്മൾ പറയുന്നത്. പിന്നെ പറയുന്നത് ഫിനാൻസ് ആക്ടിന്റെ ഫസ്റ്റ് ഷെഡ്യൂളിലാണ് ഏതൊക്കെ ടാക്സ് റേറ്റുകൾ മെൻഷൻ ചെയ്തിരിക്കുന്നതെന്നാണ് പറയുന്നത്. പിന്നെ ഒരു എക്സാമ്പിളും കൊടുത്തിട്ടുണ്ട്. അടുത്ത ടോപ്പിക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പെഷ്യൽ റേറ്റ്സ് ആണ് പറയുന്നത്. അതായത് ചില സാഹചര്യങ്ങളിൽ ചില സ്പെഷ്യൽ റേറ്റ്സ് ഉണ്ടാവുന്നു. ആ റേറ്റ്സിനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിനാൻസ് ആക്ടിലല്ല, ഇൻകം ടാക്സ് ആക്ടിൽ തന്നെ പറഞ്ഞിരിക്കുന്ന റേറ്റ്സിനെയാണ് സ്പെഷ്യൽ റേറ്റ്സ് എന്ന് പറയുന്നത്. അതായത് ഫിനാൻസ് ആക്ടിലല്ല, ഇൻകം ടാക്സ് ആക്ടിൽ തന്നെ റേറ്റ്സ് പറയുകയാണ്. അതാണ് സ്പെഷ്യൽ റേറ്റ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്ഷൻ 112 പ്രകാരം ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിന് ടാക്സബിൾ 15% ടാക്സ് കൊടുക്കണം. അതുപോലെ തന്നെ ലോട്ടറി അടിച്ചിട്ടുള്ള ലോട്ടറി ഇൻകം ആണ് എങ്കിൽ സെക്ഷൻ 115BB പ്രകാരം
30% ടാക്സ് കൊടുക്കണമെന്നുള്ളത് ഇൻകം ടാക്സ് ആക്ടിൽ പറഞ്ഞിരിക്കുന്നതാണ്. ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനും ലോട്ടറി ഇൻകമും ത്തിൻ്റെയും ടാക്സിൻ്റെ പെർസെൻറ്റേജ് പറഞ്ഞിരിക്കുന്നത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിന് 15%, ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിന് 20%, ലോട്ടറി ഇൻകത്തിന് 30%. അതായത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ 15%, ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ 20%, ലോട്ടറി ഇൻകം 30%. 15, 20, 30 ഈ 3 എമൗണ്ട്സ് ആണ് പറഞ്ഞിരിക്കുന്ന ഇൻകം ടാക്സ് ആക്ടിൽ. അത് സ്പെഷ്യൽ റേറ്റ്സ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. അപ്പം സ്റ്റഡി നോട്ട് 4ഉം കഴിഞ്ഞു. ഇത് രണ്ടും സ്റ്റഡി നോട്ട് 3 and 4 ആണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. ഓൾറെഡി സ്റ്റഡി നോട്ട് 2 and 1 നമ്മൾ ഓൾറെഡി വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതും കൂടെ കാണുക. അടുത്ത വീഡിയോ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക്